ശരി, ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ് NSS SNDP ഐക്യമെന്നത്. പക്ഷേ ആ ഒരു നിലപാടിൽ നിന്ന് NSS പിന്മാറുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. എന്തുകൊണ്ടാണ് ഐക്യത്തിൽ നിന്ന് പിന്മാറ്റമെന്ന് ഷിനോജ് പറയും. ഷിനോജ്, എന്താണ് ഇപ്പോൾ ഇനി ഒരിക്കലും കൊമ്പ് കോർക്കുന്ന നിലപാട് ഉണ്ടാകില്ല എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. NSS നോക്കാം, കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നതായിരുന്നു ഇന്നലെയും അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴുള്ള പ്രതികരണം. എന്താണ് പെട്ടെന്നൊരു അനിഷ്ടം, അപ്രീതി? NSS SNDP ഐക്യം അത് വ്യക്തിപരമായ തീരുമാനമാണ്. അത്തരത്തിൽ വ്യക്തിപരമായി ഒന്നിച്ചു പോകണം. പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ യോജിപ്പ് എന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അതിനാൽ തന്നെ SNDPയും NSS ഒന്നിച്ചു പോകണമെന്നതാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതാണ് ജി സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡയറക്ടർ ബോർഡ് യോഗം പെരുന്നയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ആ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് അത്തരത്തിൽ NSS SNDP ഐക്യം അത് മുന്നോട്ട് പോകുന്നത് ശരിയല്ല, അത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു തീരുമാനം നിലവിൽ ഇപ്പോൾ ഡയറക്ടർ ബോർഡ് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ പല കാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ NSSും SNDPയുമായി തന്നെ ഐക്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് പല കാരണങ്ങൾ പറഞ്ഞ് ഇടയ്ക്കൊക്കെ വെച്ച് ഉടക്കി പിരിയേണ്ട ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. അതിനാൽ തന്നെ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു ഐക്യമായി മുന്നോട്ട് പോയാൽ അത് ഇത്തരത്തിൽ വീണ്ടും ഉടക്കി പിരിയുന്നതിന് വേണ്ടി കാരണമാകും. അതിനാൽ തന്നെ ഇത്തരത്തിലൊരു ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നതാണ് നിലവിൽ ഇപ്പോൾ ഇന്ന് ചേർന്നിരിക്കുന്ന NSSന്റെ ഡയറക്ടർ ബോർഡ് യോഗം അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ ഐക്യം പ്രായോഗികമല്ല എന്ന് പറയുന്നത് എന്താണ് കാരണം? രണ്ട് സംഘടനകൾ തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കുക. ഇപ്പോൾ ഹിന്ദു ഐക്യം അത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്നൊക്കെയാണ് നേതാക്കൾ പറഞ്ഞത്. ഈ രണ്ട് സംഘടനകൾക്ക് പോലും യോജിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് ഐക്യമാണ് സംഭവിക്കുന്നത്? എന്താണ് പ്രായോഗികമായി NSSന്റെ ഈ തലപ്പത്തിരിക്കുന്നവർക്ക് ഈ ഐക്യത്തിൽ തോന്നുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണ്? അതുമായി ബന്ധപ്പെട്ട് NSS നൽകുന്ന വിശദീകരണം വീണ്ടും ഒരു ഐക്യം പ്രായോഗികമല്ല. കാരണം അതിനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് NSSന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാടാണ് ഉള്ളത്. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്ന പിന്തുണ, പ്രത്യേകിച്ച് തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ പിന്നെ സ്വീകരിക്കുന്ന നിലപാട്, അത്തരത്തിൽ NSS സമദൂര നിലപാട് സ്വീകരിക്കുമ്പോൾ സമയത്ത് അത്തരത്തിലൊരു പ്രത്യക്ഷത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയുമായി എങ്ങനെ ഒന്നിച്ചു പോകാൻ കഴിയും എന്നതാണ് ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ പലരും ഇന്ന് ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഇത്തരത്തിൽ ഒരു ചോദ്യചിഹ്നമായി ഉന്നയിച്ചത്. അതാണ് പിന്നീട് കൂടുതൽ ചർച്ചകളിലേക്ക് പോയത്. അതിനുശേഷമാണ് അത്തരത്തിൽ ഒരു ഐക്യം വേണ്ട എന്ന നിലപാടിലേക്ക് നിലവിൽ ഇപ്പോൾ NSS എത്തിയിരിക്കുന്നത്. എന്തായാലും ആ റിലീസ് ഇപ്രകാരമാണ്. അതായത് ഇന്ന് ചേർന്ന NSS ഡയറക്ടർ ബോർഡ് യോഗം എടുത്തിരിക്കുന്ന ആ ഉത്തരവ്, അതായത് ഒരു വാർത്താക്കുറിപ്പായി തന്നെ NSS പുറത്തിറക്കിയിട്ടുണ്ട്. പല കാരണങ്ങളിലും പലതവണ NSS SNDP ഐക്യം വിജയിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു ഐക്യശ്രമം പരാജയമാകുന്ന കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെ വ്യക്തമാകുന്നു. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനും ആവില്ല. അതിനാൽ വീണ്ടും ഒരു ഐക്യം ഒരിക്കലും പ്രായോഗികമല്ല. പ്രത്യേകിച്ച് NSSന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാട്. ഒരു ഐക്യം എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോ രണ്ട് പാർട്ടികൾക്കും രണ്ട് സംഘടനകൾക്കും ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു ബജറ്റ് എന്നൊന്നും അല്ലല്ലോ. ചില യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിച്ച് മുന്നോട്ട് പോകുമെന്നതായിരിക്കില്ലേ ഈ വെള്ളാപ്പള്ളി നടേശൊക്കെ ഇത് മുന്നോട്ട് അറിയില്ല. അത് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഉദ്ദേശിച്ച അല്ല രണ്ടും ഇപ്പോൾ NSSോ SNDPയോ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടെടുത്താൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട്, അതിന്റെ ഉത്തരവാദിത്തം മറ്റേ സംഘടന പേറേണ്ടി വരുമെന്ന നിലയ്ക്കുള്ള ഒരു ഐക്യമൊന്നും അല്ലല്ലോ ഇത്. ദിനീഷ്, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കും. കാരണം പക്ഷേ ഇന്ന് ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിലെത്തിയ ഭൂരിഭാഗം അതിൽ അംഗങ്ങളും പ്രതിനിധി അംഗങ്ങളും ഒക്കെ തന്നെ ഈ യോഗത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പ്രത്യേകിച്ച് തുഷാർ വെള്ളാപ്പള്ളിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു ഐക്യം SNDP NSS ഐക്യം ഒന്നിച്ചു പോയാൽ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ തുഷാർ വെള്ളാപ്പള്ളി നടേശനൊക്കെ തന്നെ സ്വീകരിക്കുന്ന നിലപാടുകൾ അത് NSSന്റെ കൂടി ഒരു നിലപാടായി വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരും. അതിനാൽ തന്നെ ഒരു ഇത്തരത്തിലൊരു ഐക്യമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് ഭൂരിഭാഗം നേതാക്കളൊക്കെ തന്നെ പറഞ്ഞത്. നേരത്തെ ഈ വിഷയങ്ങളൊക്കെ തന്നെ വരുന്ന സമയത്ത് തന്നെ പോലും ജി സുകുമാരൻ നായർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ തന്റെ വ്യക്തിപരമായ ആഗ്രഹം എന്ന് പറയുന്നത് NSS SNDP ഒന്നിച്ചു പോകണം, ഹിന്ദുക്കളുടെ യോജിപ്പ് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത ഒന്നിച്ചു പോകണമെന്നാണ്. പക്ഷേ അതൊരു NSSന്റെ ഒരു സമുദായത്തിന്റെ നിലപാടായി മാറണമെങ്കിൽ ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരം വേണം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ ഇന്ന് NSS പെരുന്ന ഇത്തരത്തിലൊരു ഡയറക്ടർ ബോർഡ് യോഗം വിളിച്ചു ചേർത്തത്. ആ യോഗത്തിലാണ് ഇത്തരത്തിൽ കൃത്യമായ ഈ ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ